ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവം സ്നേഹമാണ്. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ദൈവം തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നതിൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രകടമാണ്. നമുക്ക് രക്ഷ നൽകാൻ, നിത്യജീവൻ നൽകുവാൻ യേശുക്രിസ്തു ക്രൂശിൽ മാനവരാശിയുടെ പാപത്തിൻ്റെ സകല ശിക്ഷയും ഏറ്റുവാങ്ങി. തൻ്റെ പവിത്രമായ രക്തം നമുക്ക് പാപപരിഹാരമായി ക്രൂശിൽ ചൊരിഞ്ഞു. അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. തിരുവെഴുത്തുകൾ അനുസരിച്ച് എല്ലാം നിവൃത്തിയായി. സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കാണിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ തൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അവൻ നിത്യജീവൻ പ്രാപിക്കും. അവൻ്റെ ആത്മീക ദൃഷ്ടികൾ തുറക്കപ്പെടുന്നു. യേശുക്രിസ്തു പ്രകടമാക്കിയ ദൈവസ്നേഹത്തെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് നിത്യജീവന് ഓഹരിക്കാരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.